മോശ ദൈവത്തോട്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്തു പറയണമെന്ന് ചോദിച്ചു. മുൾപ്പടർപ്പിൽ ദൈവം വെളിപ്പെട്ടു. മോശയ്ക്ക് മനസ്സിലായി ഇതൊരു ഉയർന്ന ശക്തിയാണ്, ഇതൊരു ദൈവശക്തിയാണ്, ഇത് ദൈവമാണ് എന്ന് മോശയ്ക്ക് മനസ്സിലായി. ദൈവം ആ മോശയെ വിളിച്ച് ചില അപ്പോയിൻമെന്റ്സ് കൊടുക്കുകയാണ്, ചില കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ മോശ ചോദിക്കുകയാണ്, നിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എന്താണ് പറയേണ്ടത്? മോശയ്ക്കും ദൈവത്തിന്റെ പേരറിയില്ല, പിതാക്കന്മാർക്കും ദൈവത്തിന്റെ പേരറിയില്ല. അബ്രഹാമിന്റെ ദൈവം എന്നേ അറിയാവൂ, ഇസഹാക്കിന്റെ ദൈവം എന്നേ അറിയാവൂ, യാക്കോബിന്റെ ദൈവം എന്നേ അറിയാവൂ. പക്ഷെ ആ ദൈവത്തിന് പേരുണ്ടോ എന്ന് അറിയില്ല. മോശ പറയുകയാണ്, നിന്റെ പേരെന്തെന്നാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്താണ് പറയേണ്ടത്? അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. കാരണം അധികം ദൈവങ്ങളില്ല, ഒറ്റ ദൈവമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ മനുഷ്യർക്ക് പേരിടുന്നത് പോലെ ഓരോ പേരുകൾ ഇടാൻ പറ്റില്ല. ഒറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിന് ദൈവം പോലും പേര് വെച്ചിട്ടില്ല. കർത്താവ് പറയുകയാണ്, ഞാനാകുന്നു എന്നുള്ളവൻ, ഞാനാകുന്നവൻ ഞാനാകുന്നു. ദൈവത്തെ തന്നെ പറയുവാൻ വേണ്ടി ഉപയോഗിച്ച രീതിയാണ്. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് ദൈവം പറയുമ്പോൾ അതൊരു പേരല്ല. മോശ ചോദിച്ചത് പേരാണ്. പക്ഷേ അവിടെ നമുക്കിങ്ങനെ പറയാം, ദൈവത്തിന് തുല്യനായി ആരുമില്ല. ആ ദൈവത്തിന് പേര് പോലും കൊടുക്കുവാൻ കഴിയുകയില്ല. പക്ഷേ ആ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില പദങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ആ ഒരു പദമാണ്, ആ സ്ഥലത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് മലയാളം ബൈബിളിൽ യഹോവ എന്നും ഇംഗ്ലീഷ് ബൈബിളിൽ ജഹോവ എന്നും യാഹ്വേ.